മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ മാസത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ സഹായവും സാന്നിധ്യവും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഈശോ മിശിഹായിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉറപ്പ് എന്തായിരിക്കണമെന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപയും ദൈവാനുഗ്രഹവും വാങ്ങിച്ചെടുക്കേണ്ടത് എന്നും ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവ തിരുമുമ്പിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചല്ല. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയോട് നമ്മൾ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്: ഈശോയെ, ഇത് നിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ളതാണെങ്കിൽ എനിക്ക് സാധിച്ചു തരണമേ എന്ന്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതും ഈശോയോട് ചേരാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. അതേ നമ്മളെ വളർച്ചയിലേക്ക് എത്തിക്കുകയുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന കർത്താവിന് മുമ്പിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചോദിക്കാതിരിക്കുക, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ഇഷ്ടം നിറവേറ്റപ്പെടട്ടെ. ഈശോയുടെ ഇഷ്ടം നമ്മൾ ആരും നശിക്കണമെന്നുള്ളതല്ല, നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാ, നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കണമെന്നുള്ളതാ, നമ്മളെല്ലാവരുടെയും ജീവിതത്തെ ഉയർത്തണമെന്നുള്ളതാണ് ഈശോയുടെ ഇഷ്ടം. ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.